എളുപ്പത്തിലും രുചിയിലും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പലഹാരം എന്തായാലും ഇഷ്ടമാവും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെ ശർക്കര പാനിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പോളം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നോക്കൂ, നന്നായിട്ട് തന്നെ ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റാഗിപ്പൊടി അല്ലെങ്കിൽ മുത്താറിപ്പൊടി എന്നൊക്കെ പറയും. കൂടെ തന്നെ 1/4 കപ്പ് വറുത്ത ഫൈനായിട്ടുള്ള അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയുടെ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒരു 1/4 കപ്പോളം ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോട് കൂടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളം ഞാനിവിടെ കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഇത് കൂട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഒന്ന് നന്നായി മിക്സായി വന്നതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ തന്നെ ഒന്ന് നെയ്യ് തടവി എടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാനാണ് പോകുന്നത്. വലുപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാം ഈ ഒരു പാകത്തിന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റിയെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു 7 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്നും കൂടെ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. ഇതിൽ നിന്നൊരു 1/4 കപ്പ് എടുത്തിട്ടാണ് നമ്മൾ ആദ്യം കൂട്ട് കുഴക്കുമ്പോൾ എടുത്തിരുന്നത്. ബാക്കിയുള്ള കൂട്ടാണിത്. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ആ ഒരു ഉരുളകളിലും ഒരല്പം മധുരം കാണും, നമ്മളൊരല്പം ശർക്കരപ്പാനി ചേർത്തത് കൊണ്ട് തന്നെ. ഇനി ഈ ഒരു ഉരുളകൾ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു ശർക്കരപ്പാനി നല്ലപോലെ തന്നെ ഈ ഉരുളകളിലൊക്കെ കോട്ടായിട്ട് വരും. അങ്ങനെ ഉള്ളിലേക്കൊന്നും കയറില്ല, പക്ഷെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് നന്നായിട്ട് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നമ്മൾ 1/4 പാൽ എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലല്ല, കുറച്ച് തേങ്ങ എടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ്. അതുകൊണ്ട് തന്നെ ഇത് പിരിഞ്ഞൊന്നും പോവില്ല. ഇതുപോലെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് നല്ലപോലെ തന്നെ ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് രുചി ഒന്നും കൂടെ കൂടുന്നത്. നല്ല തിക്കായിട്ടുള്ള ഒരു സിറപ്പോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ റാഗിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. എണ്ണയൊന്നും ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.